മരിക്കുന്ന സമയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പറയും, മുഅ്മിനുകളെ നിങ്ങൾ മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടല്ലാതെ മുഅ്മിനായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. അതല്ലേ ഇവിടെ നമ്മൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഓതിയത്. അതുകൊണ്ട് ഈ മദീനയുടെ സന്തോഷമൊന്ന് വിളിച്ചോതാൻ, ഈ മദീനത്തിന്റെ ആനന്ദമൊന്ന് വിളിച്ചോതാ. എന്റെ പ്രിയപ്പെട്ട അലിയെ നിങ്ങളൊന്ന് പഠിപ്പിക്കുവോ എന്ന് ചോദിക്കുന്ന സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്ന, ജാബിറേ കടന്നു പോവുക, മദീനയിലൂടെ കടന്നു പോവുക, പ്രിയപ്പെട്ട സ്വഹാബത്തിനെ മുഴുവനും വിളിക്കുക, എല്ലാ സ്വഹാബത്തിനെയും വിളിച്ചുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദ് നബവിയിലേക്കൊന്ന് കടന്നു വരിക. യാ അല്ലാഹ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. അലിയാർ തങ്ങളല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മദീനയിലൂടെ കടന്നു പോയിട്ട് കാണുന്ന സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ എല്ലാവരെയും ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകൻ വിളിക്കുകയാണ്. അലിയാർ തങ്ങൾ വിളിക്കുന്നുണ്ട്, സ്വഹാബാ മസ്ജിദ് നബവിയുടെ ഉള്ളിലേക്ക് എല്ലാവരെയും കടന്നു വരാൻ പറയുന്നെന്ന് പറയുമ്പോ ആവേശത്തോടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ഓടുകയാണ്. പടച്ചവനെ, സ്വഹാബത്ത് മുഴുവനും പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുമ്പോ അവിടെ വെച്ചുകൊണ്ട് പറയുന്നു, സ്വഹാബാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഈ മദീന പള്ളിയുടെ ചാരത്തിരുന്നിട്ട് റസൂലുള്ളാഹ് പറയുന്ന വാക്കേതാ, സ്വഹാബത്തെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയല്ലേ സ്വഹാബാ, ഈമാൻ നഷ്ടപ്പെടുത്തി കളയല്ലേ സ്വഹാബാ, മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ മരിക്കല്ലേ സ്വഹാബാ, അതുകൊണ്ട് മരിക്കുന്ന സമയം ഈമാൻ വേണോ. ഈ മദീന പള്ളിയുടെ ചാരത്തിരുന്ന് കൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിച്ചത്, സ്വഹാബത്തെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണെന്ന് പറയുമ്പോ സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, അലിയേ അലിയാര് തങ്ങളെ അവിടെന്ന് പറഞ്ഞാ ഞങ്ങൾക്കത് സന്തോഷമാ. മരിക്കുന്ന സമയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പറയും, മുഅ്മിനുകളെ നിങ്ങൾ മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടല്ലാതെ മുഅ്മിനായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. അതല്ലേ ഇവിടെ നമ്മൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. തങ്ങൾ ഓതിയ വളരെ കറക്റ്റ് ആയിട്ടുള്ള ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന കോലത്തിലും ഭാവത്തിലും രൂപത്തിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുതേ, മുസ്ലിമായിട്ടല്ലാതെ മുഅ്മിനായിട്ടല്ലാതെ ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയല്ലേ എന്നുള്ള ഖുർആനിന്റെ ആയത്ത്. മദീന പള്ളിയിൽ നിന്നുകൊണ്ട് ഹബീബിന്റെ വാക്ക്, അള്ളാന്റെ ഹബീബിന്റെ മരുമകനും സ്വഹാബത്തും ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് മദീനയിൽ. വളരെ സന്തോഷകരമായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന, സ്വഹാബാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈമാൻ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണമെന്നാണ്. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ, ആരാ എന്നെ ഇഷ്ടപ്പെടുന്നവരാരെന്നറിയോ, എന്നെ സ്നേഹിക്കുന്നവരാരെന്നറിയോ, എന്നെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്നവരാരെന്നറിയോ. സുബ്ഹാനല്ലാഹ്, പടച്ചറബ് കൊടുത്തിട്ടുള്ള ഈമാനികമായ ചിന്തയുണ്ടല്ലോ, ആ ഈമാൻ
ഈമാനികമായ ചിന്ത മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയാത്തവരാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, അലിയേ, ഞങ്ങൾ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സ്വതക്ക ചെയ്യുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട അലിയേ, പടച്ചറപ്പ് നമുക്ക് തന്നുപോയ ഈമാനികമായ ചിന്തയുണ്ടല്ലോ, ഈമാനികമായ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ഹൃത്തടത്തിന്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോകാതിരിക്കാ ഞങ്ങൾ എന്ത് ചെയ്യണം അലിയേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നെന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ബാപ്പാ ഉമ്മ, അലിയാര് തങ്ങളുടെ പൊൻവർണ്ണ ചുണ്ടുകളിലൂടെ കടന്നു വന്ന ഈ ഒരു വാക്കിന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്ന ലാഹികം മസ്റൂറാ. മരിക്കുന്ന സമയത്ത് പാപ്പ കരയട്ടെ, ഉമ്മ കരയട്ടെ, സഹോദരങ്ങൾ കരയട്ടെ, കൂടപ്പുറപ്പുകൾ കരയട്ടെ, ആര് കരഞ്ഞാലും എന്റെ പ്രിയപ്പെട്ടവരെ, അലിയാര് തങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഈ ഖുർആനിന്റെ ആയത്ത് ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്ന വല്ലാഹി മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നുപോയ ഈമാനുണ്ടല്ലോ, ആ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ കിടന്നുറങ്ങാൻ വരുന്ന സമയമുണ്ടല്ലോ, ആ കിടന്ന് ഉറങ്ങാൻ വരുന്ന സമയത്ത് നിങ്ങൾ വുളുവെടുക്കണേ സ്വഹാബാ. വുളുവെടുത്തുകൊണ്ട് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അദ്കാറുകൾ മുഴുവനും നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞ പിന്നെ നിങ്ങൾ ഒരു ആയത്ത് കൂടെ ഓതണേ. ആ ഒരു ആയത്ത് നിങ്ങൾ ഓതിയിട്ട് കിടന്ന അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് നിങ്ങൾക്ക് സന്തോഷം പങ്കുവെക്കാ കടന്നു വരുന്നതാണ് സ്വഹാബാ. എന്റെ പ്രിയമുള്ളവരെ, ഏതാണ് ആ ആയത്തെന്നറിയോ? റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. പടച്ചവനെ, പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്ത്, ഈ ഒരായത്തറിയാത്ത ഒരാള് ഇന്ന് ഈ സദസ്സിൽ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. പക്ഷേ എപ്പോഴാ ഇത് ഓതേണ്ടുന്ന എന്നറിയോ? പാതിരാത്രിയിൽ വുളുവെടുത്ത് കൊണ്ടുവന്ന് കിടക്കുന്ന സമയമുണ്ടല്ലോ, ആ കിടക്കുന്ന സമയത്ത് ഈ ഒരായത്തോതിയാ പടച്ചറപ്പ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നുപോയ ഈമാനികമായ ചിന്തയുണ്ടല്ലോ, ആ ഈമാനികമായ ചിന്ത അല്ലാഹു ഊരിക്കളയൂല സ്വഹാബാ. അല്ലാഹു നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അല്പ ഈമാൻ തന്നത് കൊണ്ടാണ് ഈ ഇരിക്കുന്നവർ ഈ സദസ്സിലേക്ക് വന്നത്. ഈമാന്റെ ഒരു അണുപോലും നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ഇല്ലേ, ഈ സദസ്സിലേക്ക് വരാൻ ഉറപ്പാ അവരെ കൊണ്ട് കഴിയില്ല. ഈമാനിന്റെ ഒരല്പമെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഇല്ലേ, അവരെ കൊണ്ട് ഖുർആൻ ഓതാൻ കഴിയില്ല. ഈമാനിന്റെ ഒരു അണുവെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിലില്ലേ, ഈ പരിശുദ്ധമായ മഖാമിന്റെ ചാരത്ത് വരാൻ കഴിയില്ല. ഈമാനിന്റെ ചിന്ത ഹൃദയത്തിന്റെ ഉള്ളിലില്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ബാങ്ക് കേൾക്കുമ്പോ ഓടി വന്നിട്ട് നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. 100% ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പൊ ഇപ്പൊ അല്ലാഹു നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ചെറുതായിട്ടെങ്കിലും ഈമാൻ തന്നിട്ടുണ്ട്. അല്ലാഹു മരിക്കണ സമയത്ത് അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. കമീം പറയാം, അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. അതിന് ഈ ഒരു ആയത്തുകൾ പതിവാക്കിയാൽ മതി.
ഈ വരായത്തിങ്ങൾ പതിവാക്കിയാ മതി. ആരെ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ. പോരാ, സ്വലാത്ത് പോരാ, നമ്മുടെ വിഷയം തന്നെ മദീനല്ലേ. മുഹമ്മദ് മുസ്തഫ. 1000 കാലങ്ങൾ മുമ്പേ പിറന്നെങ്കിൽ 1000 കണ്ണുമായി ഞാനും ജനിച്ചെങ്കിൽ 1000 കൽബുള്ളിൽ പ്രേമിക്കും ഞാൻ എൻ്റെ ത്വാഹ റസൂലുള്ളാഹേ. ത്വാഹ റസൂലുള്ളാഹേ. കണ്ണുള്ളോർ കണ്ടു, കണ്ടോരേ കണ്ടു, കണ്ടപ്പോൾ വിണ്ടു കൽബുള്ളം പൂണ്ടു. കാലങ്ങൾ ഞാൻ കാത്തു കിടന്നു, കാണാൻ കൊതിയായി ഏറെ നടന്നു. നബിയേ തനിയേ മദിയേ നിറവേ എന്നിൽ വരുമോ പൂനബിയേ. നമ്മുടെ വിഷയം തന്നെ മദീന. അതുകൊണ്ട് സ്വലാത്ത് കുറയ്ക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എപ്പോഴാണോ നമ്മുടെ വാൾ ആരംഭിച്ചത് അത് മുതൽ 1.5 മണിക്കൂർ എന്ന ഈ ശരീരത്തിന് അത്രയൊക്കെ പോരുള്ളൂ. അതുകൊണ്ട് ഉറക്കെ ചൊല്ലി മുഹമ്മദുർ റസൂലുള്ളാഹി അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ വാക്കാണ് അലിയാർ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ വരായത്തുകൾ പതിവാക്കണേ സ്വഹാബ. ഒരു വേള സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ മസ്ജിദ് നബവിയിലേക്ക് വരുമ്പോൾ തേങ്ങി ഒരു കരച്ചിൽ കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആരിങ്ങനെ കരയണത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു. ആരുടെ ശബ്ദമാണെന്നറിയാൻ മനസ്സിലാകുന്നില്ല. ഇടർച്ച വരുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാണ് മസ്ജിദ് നബവിയുടെ ഉള്ളിലേക്ക്. അല്ലാഹുവേ, നോക്കുമ്പോഴാരാണ് കരയുന്നതെന്നറിയോ? സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാ. മണിക്കൂറുകളോളം അല്ലാഹുവേ, അബൂബക്കർ തങ്ങൾ നിസ്കാരം ഒന്ന് കഴിയട്ടെന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് എപ്പോഴാ അബൂബക്കർ തങ്ങളുടെ നിസ്കാരം കഴിഞ്ഞു എന്നറിയോ? തഹജ്ജുദിന്റെ സമയമാകുന്നത് വരെ, തഹജ്ജുദിന്റെ സമയം വരെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നിസ്കരിക്കുകയാ. ആ നിസ്കാരത്തിൽ ഓതുന്ന ഒരേ ഒരായത്ത് റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു പോയിട്ട് ചോദിക്കുകയാ, യാ അബൂബക്കർ മാ യബ്കീക യാ അബൂബക്കർ. അബൂബക്കറേ, എന്തേ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു പോകുന്നത്? അല്ലാഹുവേ, ഖുർആനിന്റെ ഒരായത്ത് ഓതിയിട്ട് അത് ആവർത്തിച്ച് ഓതിയിട്ട് നിങ്ങൾ ഇങ്ങനെ കരയാറുള്ള കാരണം എന്തേ? ഉടൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമറേ, മരിക്കുന്ന സമയമുണ്ടല്ലോ, പടച്ച റബ്ബ് തന്നുപോയ ഈമാനികമായ ചിന്തയുണ്ടല്ലോ, അത് ഇല്ലാതായി പോകാതിരിക്കാ ഞാൻ ഓതിയതാണ് ഉമറേ. ആരാണ് പ്രിയമുള്ളവരെ പറയുന്നത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ, നമ്മളുടെ ഈമാൻ അപ്പുറവും ഇപ്പുറവും വെച്ചാ പടച്ച റബ്ബേ, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഈമാനും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാനിന്റെ അടുക്കൽ പോലും എത്തൂല. അത്രത്തോളം ഈമാനിന്റെ മാധുര്യം ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് കരഞ്ഞിട്ട് പറയാ, അല്ലയോ പ്രിയപ്പെട്ട ഉമറേ, അല്ലാഹു ഹൃദയത്തിന്റെ
ഉള്ളിൽ തന്നുപോയ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കണോ? ഈ ഒരായത്ത് പതിവാക്കണ ഉമറേ. റബ്ബന, ഞങ്ങളുടെ തമ്പുരാനെ, ലാ തുസിഉ ഖുലൂബനാ, അല്ലാഹുവേ നിസ്കരിക്കാനുള്ള ഈമാനികമായ ചിന്ത തന്നല്ലോ, നോമ്പെടുക്കാനുള്ള ചിന്ത തന്നല്ലോ, സ്വതക്ക ചെയ്യാനുള്ള ചിന്ത തന്നല്ലോ, സകാത്ത് കൊടുക്കാനുള്ള ചിന്ത തന്നല്ലോ, പടച്ചവനെ ഓർത്തുകൊണ്ട് കടന്നു പോകാനുള്ള ചിന്ത തന്നല്ലോ. അതുകൊണ്ട് റബ്ബേ, ഇങ്ങനൊക്കെ നിസ്കരിക്കാനും നോമ്പെടുക്കാനും സ്വതക്ക ചെയ്യാനും സകാത്ത് കൊടുക്കാനുമുള്ള ഈമാനികമായ ചിന്ത ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നിട്ട് ഇനി അതിനെ ഊരിക്കളയല്ലേ റബ്ബേ. ഈ ആയത്ത് ഷമീറും പതിവാക്കണം. ഈ ഇരിക്കുന്ന ഓരോ ഉപ്പമാർ, ചെറുപ്പക്കാർ, ഉമ്മമാര് പതിവാക്കണം. ജീവിതത്തിൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയം ഇത്രയെല്ലാം വർത്തമാനം പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുടുംബത്തിന്റെ വിഷയം, ഒരുപാട് കുടുംബത്തിന്റെ വിഷയങ്ങൾ നമ്മളിങ്ങനെ തുടങ്ങി ഒരുപാട് ചർച്ചകൾ നമ്മളിങ്ങനെ ചർവണം ചെയ്തുകൊണ്ട് കടന്നു പോകും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഈ ഒരായത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും, ഒരു സംശയമില്ല. എന്റെ വാക്കല്ല, ലോകത്തിന്റെ മണിമുത്ത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കല്ലേ അലിയാർ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരായത്തോതാതെ കിടക്കല്ലേ. അപ്പൊ രണ്ടായത്ത് നമ്മൾ ഓതിയിട്ട് കിടക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ ആയത്ത് ഇതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സ്വഹാബത്തിരിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ, സ്വഹാബാ, രണ്ടാമത്തെ ആയത്ത് ഏതാണെന്നറിയോ? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നിസാരം ഉസ്താദേ, വേറെ വല്ലതും നിങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ശരിയാണ്, നിങ്ങൾക്കും അറിയാം, എനിക്കും ഇതറിയാം, സംഭവം എന്താണെന്നൊക്കെ അറിയാം. എന്നാലും എന്റെ പൊന്നാര ഉപ്പമാരോട്, മുത്തുമുഅ്മിനീങ്ങളോട് പറയാൻ, നമ്മളിത് പതിവാക്കിയാൽ എനിക്കും നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും. 100% ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇനി എന്താണ് നമ്മൾ കിടന്നുറങ്ങുമ്പോ ചൊല്ലുന്നത്? റബ്ബനാ, ഞങ്ങളുടെ തമ്പുരാനെ, വലംനാ അൻഫുസനാ, അല്ലാഹുവേ നമ്മുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, ശരീരങ്ങൾ കൊണ്ട് ആയിരക്കണക്കാന പാപത്തിന്റെ കടാവിളക്കിന്റെ ചവിട്ടുകൊട്ടയിലൂടെ കടന്നുപോയി. അതുകൊണ്ട് റബ്ബേ, അല്ലാഹുവേ, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, പടച്ചറപ്പേ, നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലാഹുവേ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, പടച്ചറപ്പേ, നരകത്തിന്റെ കടാവിളക്കിന്റെ ചവിട്ടുകൊട്ടയിലാണ്. ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ. പടച്ചവനെ, ജീവിതത്തിൽ കണ്ണുകൊണ്ട് എത്രയോ തെറ്റുകൾ കണ്ടതാണ്, കാതുകൊണ്ട് എത്രയോ തെറ്റുകൾ കേട്ടതാണ്, മനസ്സുകൊണ്ട് എത്രയോ തെറ്റുകളിലേക്കൊന്ന് കടന്നു പോയവരാണ്. പ്രിയമുള്ളവർ, ഈ കിടന്നുറങ്ങുന്ന ഉറക്കത്തിൽ നാളെ നമ്മൾ എഴുന്നേക്കുവോ? നമ്മുടെ മക്കളെ കാണുവോ? നമ്മുടെ ഭാര്യയെ കാണുവോ? നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുവോ? നമ്മുടെ പൊന്നുമക്കളെ വാരിപ്പുണർന്നുകൊണ്ട് മൊത്തം കൊടുക്കുവോ? പറയാൻ കഴിയില്ലല്ലോ ബാപ്പാ. അതുകൊണ്ടാണ് പറയുന്നത്, കിടന്നു ഉറങ്ങുന്ന സമയത്തൊരു തൗബ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം
فاغفر لنا وترحمنا لنكونن من الخاسرين. നമ്മൾ ആരും നല്ലവരാന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. വേറെ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം അവൻ നല്ല മാന്യനാണ്. എനിക്ക് എന്നെ തന്നെ ഞാൻ നല്ലവനെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നിങ്ങൾ വിലയിരുത്തി നമ്മൾ സ്വന്തമായി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊന്ന് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാൻ നല്ലവനാണോ എന്ന് ഷമീർ ദാരിമിയും നിങ്ങൾ മനസ്സുകൊണ്ട് കരുതി നോക്കി. ഇപ്പോ ഈ സെക്കൻഡിൽ ഒന്ന് ചിന്തിച്ച് നമ്മൾ എത്ര കുറ്റപ്പെടുത്തി, എത്ര ആക്ഷേപിച്ചു, എത്ര കളിയാക്കി, എത്ര വേണ്ടാത്തരങ്ങൾ നമ്മളൊക്കെ ചെയ്തു കൂട്ടി. കിടന്ന് ഉറങ്ങുന്ന സമയം പോലും ഒരുപാട് പാവത്തിലേക്ക് നമ്മൾ പോയിട്ടാ കിടന്നുറങ്ങുന്നത്. എന്നാൽ ആ ഉറങ്ങാൻ കിടക്കുന്ന സമയം നാളെ നേരം വെളുക്കുമ്പോ പടച്ചോന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ എന്റെ പൊന്നു വാപ്പ നിങ്ങൾ എഴുന്നേക്കുമെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ പൊന്നു മക്കളെ കാണുമെന്ന് പറയാൻ പറ്റുമോ? ആ ഉറക്കത്തിൽ മരിച്ചുപോയാൽ അധികവും സംഭവിക്കുന്ന അങ്ങനല്ലേ? ആ ഉറക്കത്തിൽ മരിച്ചുപോയി, നേരം വെളുത്ത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് നേരം വെളുത്ത കല്യാണത്തിന് പോകണം. ആ കല്യാണത്തിന് പോകാൻ ഭാര്യയുണ്ടോ? അതുപോലെ ഭർത്താവ് പറഞ്ഞു നാളെ നേരം വെളുത്താൽ എനിക്ക് നാസ്തക്ക് ഇന്ന പലഹാരം വേണം എന്ന് പറഞ്ഞിട്ട് കിടന്ന ഭർത്താവ് ഭാര്യ വിളിച്ചിട്ടും എഴുന്നേക്കാത്ത എത്ര കഥകളാ. അതുകൊണ്ട് നമ്മുടെ ആ ഒരു ഉറക്കത്തിൽ നമ്മുടെ മരണം സംഭവിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ നിങ്ങൾക്ക് അള്ളാഹുവേ കടന്നു വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരണോ? ഈ ഒരായത്ത് നിങ്ങൾ പതിവാക്കണം. ചെറിയൊരായത്തല്ലേ, നിസ്സാരം, ഒരു മിനിറ്റ് പോലും വേണ്ടല്ലോ. പന്നാര വാപ്പമാരെ നിസ്സാര സമയം മതി. ഈ ഒരായി നമ്മളിങ്ങനെ ഞാനിവിടെ വന്നു, നിങ്ങളും വന്നു, ഞാൻ എന്തൊക്കെയോ കുറെ പറഞ്ഞു, ഞാൻ എന്റെ വഴിക്കും പോയി, നിങ്ങൾ നിങ്ങളുടെ വഴിക്കും പോയി, അതിന് കാര്യമില്ല. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടണം. രണ്ടാമത്തെ ആയത്ത് ഞാൻ പറഞ്ഞു. ആ ആയത്ത് അറിയാത്തവരൊന്നും ആരില്ല. അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത പാപങ്ങൾ ഓർത്തിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് പറയാൻ. പിന്നെ നമ്മൾ മിണ്ടരുത്. ആ കിടത്തത്തിൽ അങ്ങ് കിടന്നു പോയാൽ ആ കിടത്തത്തിലാണ് മരിക്കുന്നതെങ്കിലോ പടച്ച റബ്ബേ സ്വർഗം കാണാതെ മരിക്കൂല, സ്വർഗത്തിന്റെ സന്തോഷം കാണാതെ മരിക്കൂല. കാരണം എന്തേ? പടച്ചവന്റെ ഖുർആനിന്റെ സന്തോഷത്തിന്റെ ആയത്താ ഓതിയത്, അല്ലാഹുവിന്റെ കലാമാണ് ഓതിയത്. അത് ഓതിയിട്ട് റബ്ബിലേക്കൊന്ന് തൗബ ചെയ്തിട്ട് കിടന്നതാണ്. അതുകൊണ്ടാണല്ലോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചിട്ട് പറഞ്ഞല്ലോ, മോളെ ഫാത്തിമ, ഓരോ പാതിരാത്രിയിൽ നീ കിടന്നുറങ്ങാൻ പോകുമ്പോ തൗബ ചെയ്യാതെ കിടക്കല്ലേ ഫാത്തിമ, തൗബ ചെയ്യാതെ കിടക്കല്ലേ ഫാത്തിമ. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ ഒരായത്തോതാതെ പ്രിയപ്പെട്ടവരെ നമ്മൾ കിടക്കല്ലേ. ഈ ഒരായത്ത് നമ്മൾ ഓതിയിട്ട് കിടന്ന അൽഹംദുലില്ലാഹ് ജീവിതത്തിലേക്ക് സന്തോഷമാണ്. ഏത് ജീവിതമെന്നറിയോ? വൽ ആഖിറതു ഖൈറു വ അബ്ഖാ. ശേഷിക്കുന്ന ജീവിതം ഈ ദുനിയാവിന്റെ നൈമിഷികമായിട്ടുള്ള ജീവിതമല്ല. നമ്മളെല്ലാ വെള്ളിയാഴ്ച കേൾക്കും പള്ളിയിൽ അല്ലേ? ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. സന്തോഷമില്ല. ഈ സദസ്സിരുന്നാണോ ഇവിടെ പറയാന്നറിയില്ല, വാഴ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണോ പോവാന്നറിയില്ല, ഏത് സമയത്തോ പോകാന്ന് ഒരാൾക്ക് തന്നെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലൊരു ജീവിതം നമുക്ക് വരാൻ പോവാൻ. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാരും മുന്നോട്ട് പോയി. ഇനിയിപ്പോ നമ്മൾ അടുത്ത ബദറിന്റെ ദിനം വരെ ഓരോരുത്തരും അവരവരിഷ്ടപ്പെടുന്ന പാർട്ടികളുടെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുക. എപ്പോ? അടുത്ത 23 വരെ കാത്തിരിക്കുകയാണ്. മനസ്സിൽ വേജാറ, റബ്ബേ ഞാൻ വോട്ട് ചെയ്തൊരു വിജയിക്കോ, അടുത്ത ആൾ ഞാൻ വോട്ട് ചെയ്തൊരു വിജയിക്കോ. ഓരോരുത്തരും ഇങ്ങനെ മനസ്സുകൊണ്ട് കരുതാൻ. ഇതൊരു നല്ലൊരു സമയം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ദുനിയാവിന്റെ പുറത്ത് 60 വയസ്സായി, 70 വയസ്സായി, 40 വയസ്സായി, 30 വയസ്സായി, 26 വയസ്സായി, 17 വയസ്സായി,
ഇതിന്റെ ഇടയിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു? നമുക്കൊരു ജീവിതം വരാൻ പോകും. നമ്മുടെ ഓരോരുത്തർ ഇവിടുന്ന് നമ്മൾ ചെയ്ത വോട്ടുകളെ നാളെ പടച്ചവന്റെ കോടതിയിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ. ഇവിടത്തെ നൈമിഷികമായ ഈ ഒരു വോട്ടിന്റെ റിസൾട്ട് അറിയാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനുകളോട് പറയാൻ ഒരേ ഒരു ചോദ്യം: നാളത്തേക്ക് ഇവിടെ വെച്ച് നമ്മൾ ചെയ്ത വോട്ട് നാളെ പടച്ചവന്റെ മുമ്പിൽ എത്തുമ്പോ അവിടെ പരാജയമാണോ അവിടെ വിജയമാണോ എന്നൊരു ഒരു സെക്കൻഡെങ്കിലും നമ്മളൊന്ന് ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയല്ലേ നമുക്ക് വിജയിക്കേണ്ടുന്നത്. അല്ലാഹ് പറയടാ, നിന്നോട് ദുനിയാവിന്റെ കാര്യത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിനൊക്കെ മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? നിസ്കാരത്തെ പറ്റി പറയാൻ, നോമ്പിനെ പറ്റി പറയാൻ, ഓരോന്നിനെ പറ്റി പറയാൻ അല്ലാഹുവേ മുന്നറിയിപ്പുകാർ വന്നില്ലേ? അല്ലാഹ് ചോദിക്കും, നാളെ നരകത്തിന്റെ ചാരത്ത് ചില മനുഷ്യന്മാരെ അല്ലാഹു തആല കൊണ്ടിരുത്തും. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഉറക്കെ പറയും ബാപ്പ, അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. സ്വർഗത്തിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അവിടെ കൊണ്ടുവന്നിരുത്തുമാരെ, ഈ മനുഷ്യനെ കൊണ്ടുവന്നിരുത്തും നരകത്തിന്റെ ചാരത്ത്. റബ്ബ് ചോദിക്കും, ഇദാ ഉൽഖൂ മിൻഹാ സമിഉ ലഹാ ശഗീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈർ കുല്ലമാ ഉൽഖിയ ഫീഹാ فوج سأله خزنتها ألم نأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء. അല്ലാഹു ഇങ്ങനെ ചോദിക്കാൻ നരകത്തിന്റെ ചാരച്ചിലെ മനുഷ്യന്മാരെ കൊണ്ടുവന്നിട്ട് അല്ലാഹ് ചോദിക്കും, അലം നഅതികും നദീർ. ഇങ്ങനെയുള്ള ഖുർആനിന്റെ ആയത്തുകൾ ഇസ്തിഗ്ഫാറിനെ പറ്റി, നിസ്കാരത്തെ പറ്റി ഇല്ലേ? ഓരോന്നും മുന്നറിയിപ്പ് തരാൻ നിനക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലേ? നമ്മുടെ മുന്നറിയിപ്പുകാരാരാ? നമ്മുടെ ഖൽബിന്റെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ വന്നില്ലേ? അഖീമുസ്സലാ, നീ നിന്റെ നിസ്കാരത്തെ നിലനിർത്തണം. സക്കാത്ത് കൊടുക്കണം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സ്വന്തം ശരീരത്തെയും നിങ്ങൾ ചിലവിന് കൊടുക്കുന്നവരുടെ ശരീരങ്ങളെയും അല്ലാഹുവിന്റെ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം. ഓരോന്നും പറയാൻ മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? അപ്പം ചില ആളുകൾ പറയും, ബലാ ഖദ് ജാഅനാ നദീർ, അല്ലാഹുവേ മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട്, പക്ഷേ ഫകദബനാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ. റബ്ബേ, നിന്റെ ഖുർആനിലൂടെ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ കളവാക്കി പടച്ചവനെ. സുബ്ഹാന റബ്ബി. ഉറക്കെ പറഞ്ഞോളിം ബാപ്പ, മനസ്സിൽ തട്ടി. അല്ലാഹു നമ്മൾ അങ്ങനെയുള്ള സാധുക്കൾ തൊട്ട് പടച്ചറബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പറഞ്ഞ കുടുങ്ങിയില്ലേ? റബ്ബ് വിടുവോ? അല്ലാഹ് പറയും, ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മആബാ ലാബതീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ജസാഅൻ വിഫാഖാ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ فكذبوا بآياتنا كذابا فكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا.
അങ്ങനെ ചില മനുഷ്യന്മാരെങ്ങനെ അള്ളാഹുവേ ഞങ്ങൾ അതൊക്കെ കളവാക്കി എന്ന് പറയുമ്പോൾ റബ്ബ് എന്താ ചെയ്യുന്നറിയോ? അള്ളാഹ് അങ്ങോട്ട് പിടിച്ചിട്ട് നേരെ നരകത്തിലേക്ക് വലിച്ചെറിയും. അപ്പൊ അല്ലാഹു തആല എന്നിട്ട് നരകത്തിലേക്ക് നോക്കിയിട്ട് പറയും ജസാഅൻ വിഫാഖ, അനുയോജ്യമായ ശിക്ഷ. നീ നിസ്കരിച്ചിട്ടില്ലല്ലോ, അതിന്റെ ശിക്ഷ. നിനക്ക് നോമ്പ് നോക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് നീ ഇപ്പൊ നോമ്പ് നോറ്റിട്ടില്ലല്ലോ, ജസാഅൻ വിഫാഖ, അനുയോജ്യമായ ശിക്ഷ. നിനക്ക് നിന്റെ നാവിന് ഒരു കുഴപ്പവും അല്ലാഹു തആല തന്നിട്ടില്ലല്ലോ, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നിനക്കൊരു മടി അല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, തൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യണം. നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ, നിന്റെ നാവിന് കഴിവുണ്ടായിട്ടും നീ അത് ചെയ്തിട്ടില്ലല്ലോ, ജസാഅൻ വിഫാഖ, അനുയോജ്യമായ ശിക്ഷ. സുബ്ഹാനല്ലാഹ്, കുടുങ്ങിപ്പോകും. ഒരു ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ നരകത്തിൽ നിന്നും രക്ഷ നേടാൻ ആ ദിക്ർ അറിയാവുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ നരകത്തിൽ നിന്നും രക്ഷ നേടാൻ ചെറിയൊരു ദിക്ർ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പെട്ടെന്ന് പറഞ്ഞു തരാം. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിലേക്ക് വരുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാൻ ചോദിച്ചു, നബിയേ എന്തിനാ ഹബീബ് ഇങ്ങനെ കരയുന്നത്? ആ സമയം അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ അലിയിനോട് പറഞ്ഞു, അലിയെ ഞാൻ കരയുന്നത് എന്റെ മുമ്പിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ നരകത്തിന്റെ മാലാഖമാരുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞു. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅമറൂൻ. നരകത്തിന്റെ മാലാഖമാരുടെ സ്വഭാവത്തെ പറ്റിയുള്ള ഖുർആനിന്റെ ആയത്തുമായി മലക്ക് ജിബ്രീൽ കടന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സ്വഹാബിയെ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അത് ആ ഖുർആനിന്റെ ആയത്തോതി മലക്ക് ജിബ്രീൽ കരഞ്ഞു. ഞങ്ങൾ അത് കേട്ട് ഞാനും കരഞ്ഞു. ഇത് പറഞ്ഞപ്പോ അലിയാരും കരഞ്ഞു. അലിയാർ ഞങ്ങൾ ചോദിച്ചു, ഹബീബേ വമൻ നജാ യാ റസൂലല്ലാഹ്, ഹബീബേ അല്ലാഹുവിന്റെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? നബിയെ അതിൽ നിന്ന് ആരാ ഹബീബെ രക്ഷപ്പെടുന്നത്? ആ സമയം എന്റെ പെങ്ങളെ പഠിച്ചോ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കണേ. ഹബീബിന്റെ വാക്ക് ഷമീർ ദാരിമിയുടെ വാക്കാണെങ്കിൽ ഇപ്പത്തിനടുത്ത് കളഞ്ഞോളി. അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കണേ. എന്ത്? ദിക്റ യാദൽ ജലാലി വൽ ഇക്റാം. ഇതറിയാത്തൊരൊറ്റ കുഞ്ഞിവിടെ ഉണ്ടാവില്ല. യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള ദിക്ർ അധികരിപ്പിച്ചോളിൻ സ്വഹാബ. അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂടിൽ നിന്നും രക്ഷ നേടാമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ എത്രാമത്തെ ദിവസത്തെ പരിപാടിയാണ്? 9ാമത്തെ ദിവസം. നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ടോ? നിർത്താറായോ? ഇല്ല, ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. കാരണം ഈ 9 ദിവസമൊക്കെ അത് നമ്മുടെ ഇവിടെ ഉള്ളോട്ടെ, കാസർഗോഡ് ജില്ലയിലാണ് 9ഉം 10ഉം ദിവസമൊക്കെ അൽഹംദുലില്ലാഹ് പണ്ടത്തെ ഒരു പാരമ്പര്യം. നമ്മുടെ അങ്ങോട്ടൊക്കെ ഒരു ദിവസം കൂടിപ്പോയ 2 ദിവസം. അല്ലാഹു തആല സന്തോഷവും സമാധാനവും. നിങ്ങൾ എന്ത് വിചാരിച്ചു എന്റെ പൊന്നാര വാപ്പമാരെ ഉമ്മമാരെ? ഓരോ ദീനിന്റെ സദസ്സിന്റെ മഹത്വം അറിഞ്ഞ് നിങ്ങൾ പറയും, ഉസ്താദെ ഒരു കൊല്ലം മുഴുവനും ദീനിന്റെ സദസ്സ് ഉണ്ടാക്കണമെന്ന് പറയും. എന്താ കാരണം? ഓരോ സെക്കൻഡിനും 1000 കൊല്ലം ഇബാദത്ത് ചെയ്ത് പ്രതിഫലം അല്ലാഹു തരുമ്പോ നമ്മളത് വേണ്ടെന്ന് പറയും. അള്ളാന്റെ റഹ്മത്തിന്റെ മാലാഖമാര് പറയാം, പടച്ചോനെ നിന്റെ ദീനോടുള്ള മഹബത്ത് കൊണ്ട് വന്നതാ, അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കണമെന്ന് പറയുമ്പോ നിനക്ക് ആ സന്തോഷം ഏതാണുള്ളത്? അപ്പോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, അള്ളാഹുവിന്റെ നരകത്തിൽ രക്ഷപ്പെടാൻ യാദൽ ജലാലി വൽ ഇക്റാം ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ ചെല്ലുന്നുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി പറയാ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെല്ലും എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് കിടന്നുറങ്ങുന്ന സമയം ഒരു 11 പ്രാവശ്യം ഞാൻ ഇന്നു മുതൽ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് ചൊല്ലിയിട്ടേ കിടക്കൂ. ഈ കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്നു മുതൽ ഈ ഒരു ദിക്ർ ഒരു 11 വട്ടം ചൊല്ലിയിട്ട് കിടക്കാൻ ആഗ്രഹമുള്ള വാപ്പമാരൊന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്, താഴ്ത്തിയൊലി വാപ്പാരെ ആ കരങ്ങൾ കൊണ്ട്, ഈ പൊക്കിയ കരങ്ങൾ കൊണ്ട് ഹബീബിന്റെ ഹൗദുൽ കൗസർ മേടിച്ചു കുടിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജസാഅൻ ബിഫാഖാ, അനുയോജ്യമായ ശിക്ഷയാണ്, അനുയോജ്യമായ ശിക്ഷയാ. അല്ലാഹുവിന്റെ നരകത്തിന്റെ പടുകുഴിയിലേക്കൊന്ന് കടന്നു പോകാതിരിക്കണോ? കിടന്നുറങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട ബാപ്പാ, എന്റെ കരളിന്റെ കഷണങ്ങളായ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
എത്രയോ മണിക്കൂറുകള് വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി നമ്മൾ ഇരിക്കുന്നവരാണ്. നിങ്ങൾ നോക്കണ്ടെന്ന് പറയുന്നില്ല, ഫേസ്ബുക്ക് വേണ്ടാന്ന് പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളോട് പറയുകയാണ്, അതെപ്പോഴാണോ നിങ്ങൾ താത്തി വെക്കുന്നത്, താത്തി വെച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയമുണ്ടല്ലോ, ഓതിയിട്ട് പിന്നെ മൊബൈൽ എടുക്കരുത്, ഓതിയിട്ട് പിന്നെ വർത്തമാനം പറയരുത്. കിടന്ന് ഉറങ്ങാൻ പോകുന്ന സമയത്ത് റബ്ബനാ ലലംനാ അൻഫുസനാ, ഈ ഒരായത്തോതാതെ കിടക്കല്ലേ. ഇത് ഓതിയിട്ട് കിടന്ന ആ ഒരു കിടത്തത്തിലാണ് മരിക്കുന്നതെങ്കിലോ വഫിൽ ഖബരി മൂനിസാ വഅല സിറാത്തി ദലീലാ വഫിൽ ഹശരി റഹീമാ. ഈ ഖുർആനിന്റെ ആയത്തോതിയിട്ട് കിടന്നുറങ്ങുന്നവരെ ആ കിടത്തത്തിലെങ്ങാനും അങ്ങ് മരിച്ചുപോയ വഫിൽ ഖബരി മൂനിസാ, ബാപ്പ വരാത്ത, ഉമ്മ വരാത്ത, സഹോദരങ്ങൾ വരാത്ത, കൂടപ്പിറപ്പുകൾ വരാത്ത, ബന്ധുമിത്രാദികൾ കടന്നു വരാത്ത പച്ചമണ്ണുണ്ടല്ലോ, ആ പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളില് പടച്ചവനെ നേരം പോക്കാക്കുന്ന, രസിപ്പിക്കുന്ന, കളിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന മാലാഖമാരെ പടച്ചറപ്പ് കൊണ്ടുതരുന്നതാ. അതും കഴിഞ്ഞിട്ടില്ല, വഫിൽ ഹശരി റഹീമാ. അല്ലാഹുവേ, സ്വന്തം മക്കളെ, സ്വന്തം ബാപ്പയെ, സ്വന്തം കൂടപ്പിറപ്പുകളെ കണ്ടാൽ തിരിച്ചറിയാത്ത മഹ്ശറയില് പടച്ചറപ്പ് അവിടെ റഹ്മത്ത് ചൊരിക്കുമെന്നാ. ഈ വരായത്തിന്റെ പവറാണ്. വഫിൽ ഖബരി മൂനിസാ, 6 അടി മണ്ണിൽ കൊണ്ടുവെക്കുമ്പോ എല്ലാരും പൊക്കോട്ടെ, നമ്മളെ കൊണ്ടുവന്നിട്ട് കബറിൽ വെക്കുന്ന ആളുകളൊക്കെ പൊക്കോട്ടെ. നമുക്കവിടെ നേരം പോക്കാക്കാനും നമ്മളോട് തമാശ പറയാൻ, നമ്മളോട് സന്തോഷിപ്പിക്കാൻ അവിടെ റഹ്മത്തിന്റെ മാലാഖമാർ അല്ലാഹു തരും. നിസ്സാരം ഈ 1 മിനിറ്റ് പോലും ഇല്ലാത്ത ഈ ഒരായത്തിന്റെ പവർ മഹ്ശറയിൽ വഫിൽ ഹശരി റഹീമാ, മഹ്ശറയിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഉപ്പമാരോട് പറയാൻ, ഞാനും ഷമീർ ദാരിമി നമ്മളിങ്ങനെ വാള് കേൾക്കുന്നു, വാദം പറയുന്നു, ഞാൻ എന്റെ വഴിക്ക്, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയേക്ക്, സംഭവം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന പാട് സംഭവം കഴിഞ്ഞു. അതാകരുത്. ഇന്ന് മുതൽ നിങ്ങളൊന്ന് പതിവാക്കി, ഞാൻ ഉൾപ്പെടെ, ഞാൻ എന്നോടും കൂടെ പറയാം, എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, പെട്ടെന്ന് പോവാണേ. ഇനി നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ഇനി നമുക്ക് പലതും ആവശ്യമുണ്ട്. നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ കൂടപ്പിറപ്പുകളുണ്ട്. ഇതിനൊക്കെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങൾ വേണം. അപ്പൊ എന്താ ചെയ്യേണ്ടുന്നത്? ഏതായാലും അല്ലാഹു നമുക്കൊരു ജീവനും കൂടെ നമുക്ക് ഇങ്ങോട്ട് തന്നു. അപ്പോഴാ നമ്മൾ ഓതേണ്ടുന്ന ആയത്തേതാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. പടച്ചവനെ, ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ആദ്യം പറഞ്ഞ 2 ആയത്ത് എന്റെ പ്രിയമുള്ളവരെ ഉറങ്ങുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ ഓതിയിട്ടുള്ള ആയത്ത് എപ്പോഴാ ചൊല്ലേണ്ടെന്ന് എന്നറിയോ? ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ഈ ഒരായത്താ നമ്മൾ ഓതേണ്ടുന്നത്. റബ്ബനാ, ഞങ്ങളുടെ തമ്പുരാനെ, ആതിനാ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഫിദ്ദുനിയാ ഹസന. പടച്ചവനെ, ദുനിയാവിന്റെ പുറത്ത് നന്മകൾ ചൊരിയണം. ഞങ്ങളുടെ മക്കളെ പോറ്റി വളർത്തുന്നതിൽ സന്തോഷം ചൊരിയണം. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ആനുകൂല്യം തരണം. നമ്മുടെ ബിസിനസ്സുകളിൽ അഭിവൃദ്ധി തരണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിന്റെ ഈ ഒരായത്തോതിയ ആ കുടുംബത്തിന് പടച്ചറപ്പ് ദാരിദ്ര്യം കൊടുക്കൂല. ആദ്യം പറഞ്ഞ 2 ആയത്ത് ഉറങ്ങുന്നതിന് മുമ്പാണ്. ഇപ്പൊ നമ്മൾ ഓതിയിട്ടുള്ളത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലാണ്. എന്റെ ഉമ്മമാർക്ക് വേണ്ടി ഞാൻ ഒരു ചരിത്രം പറഞ്ഞു തരാം. ഒരുപാട് ഉമ്മമാരുടെ കാണുമല്ലോ.
നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ ഈ ഒരായത്ത് പതിവാക്കിയാൽ നിങ്ങളുടെ ഭർത്താവിന് ഏത് കച്ചവടം ചെയ്യുന്ന ഒരാളാകട്ടെ, ആ കച്ചവടത്തിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കും. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷത്ത് സിദ്ദീഖ. എല്ലാവരും പറയും ബീവി ആയിഷത്ത് സിദ്ദീഖ. അബൂബക്കർ സിദ്ദീഖിൻ ആരംഭ പൂമോളെ ആയിഷ പൂവഴകേ ആദരത്താഹ നബിയോരെ സൗജത്തായി ലംഘിയ പൊന്നോളിവേ മഹദി മണി മുത്ത് ഒളിവർ കതിർ വിത്ത് മാതൃക പോമണവി ഉത്തമലങ്കാര പൂവായി മണം വീശു ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വന്നു ഒരു പെണ്ണ് ആയിഷ ബിയോട് ഒരു കാര്യം ചൊല്ലുവാൻ പെട്ടെന്ന് ബിയോട് ഒന്ന് പറയുവോ ആയിഷ എന്നോട് വേദന മാറുന്നില്ല മനസ്സിൻ്റെ നൊമ്പരം തീരുന്നില്ല ഒന്ന് പറയുവോ ആയിഷ എന്നോട് കണ്ണീർ കണങ്ങൾ മാറാ കരളിൻ്റെ നൊമ്പരം മാറ്റി പെരിയോനിൽ കൈകൾ ഉയർത്തി തേഴാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് ഒരു പെണ്ണ് ഓടി വരുന്നത്. ഓടി വന്നിട്ട് വിളിക്കുന്നു, ആയിഷ എന്തിനാ ഞാനിവിടെ കടന്നു വന്നതെന്നറിയോ? എന്റെ ഒരു പ്രയാസം പറയാനാ, എന്റെ ഒരു നൊമ്പരം പറയാനാ, എന്റെ കണ്ണുനീരിനെ പറ്റി പറയുവാനാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു പോവുകയാ, എന്തേ പെണ്ണെ നിന്റെ പരാതി എന്ന് പറയുവോ? ആയിഷ, എന്റെ ഭർത്താവ് പാവപ്പെട്ടവനാണ്, നേരം വെളുത്താ ജോലിക്ക് പോകുന്നവനാണ്. എപ്പോഴാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതെന്നറിയോ? പടച്ചവനെ, സുബഹി നിസ്കാരം കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോവുകയാണ്. തിരിച്ചു വരുന്നതോ പാതിരാത്രിയിൽ പൊന്നുമക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ്. അതുകൊണ്ട് ആയിഷ, പല രാത്രികളിലും എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വന്നിട്ട് പറയും, പൊന്നുമോളെ എത്ര ദിവസം ഞാൻ ഇതുമായി കടന്നു പോയതാ, പക്ഷേ എനിക്ക് കച്ചവടമൊന്നും നടന്നിട്ടില്ല, കച്ചവടത്തിൽ ലാഭമില്ല, സമ്പത്ത് നല്ലതുപോലെ കിട്ടുന്നില്ല, ഞാനെന്ത് തെറ്റ് ചെയ്തു മോളെ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവൻ എന്നും ഒന്ന് കരയുന്ന കാണുമ്പോ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല ആയിഷ. അതുകൊണ്ട് ആയിഷ, എന്റെ ഭർത്താവിന്റെ നൊമ്പരങ്ങൾ മാറണം, എന്റെ കണ്ണുനീര് മാറണം, എന്റെ കഷ്ടപ്പാട് മാറണം, എന്റെ ദുഃഖം മാറണം, എന്റെ ദുരിതം മാറണം, എന്റെ ദുരൂഹത മാറണം. അതിനെന്ത് ചെയ്യണം ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാ, ഉറക്കത്തിൽ നിന്ന് ഒന്ന് ഉണർന്നാൽ നിന്റെ ഭർത്താവിനോടും നിന്റെ മക്കളോടും നീയും ചൊല്ലണം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതാ വഖിനാ അദാബന്നാർ. നിറഞ്ഞ മനസ്സോടെ ഈ ഒരായത്തോതാ പറയുമ്പോ ഈ പെണ്ണ് കടന്നു പോവുകയാണ്. അന്ന് പാതിരാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വന്നപ്പോ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവേ, ഞാൻ ആയിഷ ബീവിയുടെ മുമ്പിൽ നിന്ന് കടന്നു വന്നവളാ. ആയിഷ ബീവി കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടാൻ, സന്തോഷം കിട്ടാൻ, ലാഭം കിട്ടാൻ ഒരായത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനും നിങ്ങളുടെ മക്കളും നിങ്ങളും അത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ അത് ചൊല്ലിയാൽ
ജീവിതത്തിന്റെ കണ്ണുനീര് മാറുമെന്ന് നമ്മുടെ ഉമ്മയാ പഠിപ്പിച്ചതെന്ന് പറയുമ്പോ അന്ന് മുതൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന മക്കളും ഭാര്യയും പ്രിയപ്പെട്ടവരൊക്കെ ഖുർആനിന്റെ ഈ ഒരു ആയത്തങ്ങ് ഓതുകയാണ്. 7ാമത്തെ ദിവസം കഴിഞ്ഞു. ഈ പെണ്ണ് ഓടുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ കടന്നു വന്നിട്ടൊരു പൊതി കൊടുത്തിട്ട് പറയുന്നു, ആയിഷ, ഈ പൊതി എന്റെ ഭർത്താവ് തന്നു വിട്ടതാണ്, എന്റെ ഭർത്താവിന്റെ സമ്മാനമാണ്. ചോദിക്കുന്നു, മോളെ, പാവപ്പെട്ടവനല്ലേ നിന്റെ ഭർത്താവ്? അവർക്ക് കച്ചവടമില്ലല്ലോ, വിഷമങ്ങളാണല്ലോ, ദുഃഖങ്ങളാണല്ലോ, പിന്നെങ്ങനെയാ ഈ സമ്മാനം എനിക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് നിറകണ്ണുകളോട് ആ പെണ്ണ് പറയുന്നു, ആയിഷ, എന്നും എന്റെ മക്കള് ചോദിക്കും, നേരം വെളുത്തെഴുന്നേൽക്കുമ്പോ ബാപ്പച്ചിയെ കാണൂല. എന്റെ പൊന്നു മക്കള് ചോദിക്കുന്നു, ഉമ്മ, ബാപ്പച്ചി എവിടെ? കാരണം നേരം വെളുക്ക് മുമ്പ് കടന്നു പോയാൽ പിന്നെ എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്നറിയോ? പൊന്നുമക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആയിഷ, ഇന്നലെ എന്റെ ഭർത്താവ് അസറു നിസ്കാരത്തിന് മുമ്പ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പെണ്ണെ, കൊണ്ടുപോയതെല്ലാം കച്ചവടമായിരിക്കുകയാണ്, അതുകൊണ്ട് ഇതിന്റെ ഒരു ലാഭം ആയിഷക്ക് കൊടുക്കട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് തന്നു വിട്ടതാ. നമ്മൾ വിചാരിക്കും അല്ലാഹുവിന്റെ ഖുർആൻ ഇതിന് വലിയ പവറില്ലെന്നാണോ? ഖുർആനിന്റെ ഓരോ ഹർഫിനും പവറില്ലേ? ഇതെന്റെ വാക്കാണെങ്കിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞോടി. കിതാബൊക്കെ ഓതി പഠിച്ച ഉസ്താദുമാരല്ലേ നമ്മുടെ മഹലത്തിലുള്ള ഉസ്താദുമാര്, ഖത്തീബുമാരൊക്കെ. നമ്മളാരും ഇത് നമ്മളവര് ഇതിനു വേണ്ടിയിട്ടല്ല ഈ പറയുന്നത്. എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടണം. നിങ്ങളൊന്ന് ചെയ്തു നോക്കി. എന്റെ ഉമ്മമാരോട് പറയാൻ, നാളെ മുതൽ ഇൻഷാ അല്ലാഹ്, 12 ആയില്ലല്ലോ, അപ്പൊ നാളെ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്ന് കൊണ്ടുവന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കൊരു മാറ്റം ഉണ്ടാകും. ഞാനിവിടെ ഇങ്ങനെ വാള് പറയുമ്പോൾ എന്തെങ്കിലും ഒരു അനുഭവം പറഞ്ഞാൽ എല്ലാവരും ഒരേ സ്വഭാവക്കാരില്ല. ചിലർ പറയും അത് മൊയ്ലാര് പവർ പറയാൻ വേണ്ടി പറയാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളൊന്ന് ചെയ്തു നോക്കി നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടെങ്കിൽ എന്നൊന്ന് വിളിച്ചു പറയും. അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെ നിന്ന് മദീന പള്ളിയുടെ ചാരത്തിരുന്നുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ 3 ആയത്തിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ നിങ്ങൾ കളയല്ലേ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇത് നിങ്ങൾ കളയാൻ പാടില്ല, മുറുകെ പിടിച്ചോളാൻ പറഞ്ഞു. ആരെ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകൻ സയ്യിദുനാ അലി കറമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു. നന്മകൾ ചെയ്തോളിൻ ബാപ്പവരെ. ഇല്ലേ, ഇവിടെ നമുക്കൊന്നുമില്ല, നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ ഓതി വെച്ചല്ലോ. അതുപോലെ ഇവിടത്തെ ജീവിതം നൈമഷികമാണ്. എപ്പോഴായാലും വിളിച്ചാൽ പോകേണ്ടി വരും. എപ്പോ വിളിച്ചാലും ഇന്നലെ ഞാൻ വാള് കഴിഞ്ഞിട്ട് വന്ന് സുബൈന്റെ ആ ഒരു സമയത്താണ് എന്റെ പള്ളിയിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത്. സുബൈ കഴിഞ്ഞു, ഒരല്പം ഇരിക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ്, വിശ്രമിക്കാന്ന് പറയുമ്പോഴാണ് ആ നാട്ടിൽ വേണ്ടപ്പെട്ട ഒരാൾ പെട്ടെന്ന് ലോകത്തോട് വിട പറയുന്നത്. പിന്നെ അതിന് പോയി, പിന്നെ ജുമാന്റെ ടൈമായി, ഒട്ടും ഉറങ്ങിയിട്ടില്ല, നേരെ ഇങ്ങോട്ട് കയറി പോന്നു. എന്റെ പൊന്നാരന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നന്മകൾ ചെയ്തോളിൻ. ഒരു വേള സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീടിന്റെ ചാരത്തിരിക്കുമ്പോ ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, അലിയേ, എന്താ മോനെ, ഞാൻ നല്ലൊരു വീട് വെച്ചിട്ടുണ്ടേ, അതിനിപ്പോ എന്താ വേണ്ടത്? ആ വീടിന് ആര് കണ്ടാലും നല്ല അഭിപ്രായം പറയാം, പക്ഷേ എനിക്ക് ആ വീട് സന്തോഷകരമായിട്ട് തോന്നണമെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ട് എഴുതിയിട്ടുള്ള 4 വരി കവിത എനിക്ക് വേണം. അലിയാരങ്ങൾ ഇല്ലാന്ന് പറഞ്ഞില്ല. അലിയാരങ്ങൾ ഒരു ഷീറ്റ് പേനയും പേപ്പറും എടുത്തു. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കേണ്ട, മൊയ്ലാർ അന്ന് എവിടെ പേനയും പേപ്പറും ബുഖാരി ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ കൂടി പോകും. അതിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പേനയും പേപ്പറും എന്ന് പറഞ്ഞു. നേരെ പേനയും പേപ്പറും എടുത്തു. അലിയാർ തങ്ങൾ എഴുതി,
بناها بخير طاب مسكنه وإن بناها بشد خاب بانيها وعمل لدار غدا رضوان خازنها والجار أحمد والرحمن ناشيها. എന്തൊരു കവിത റബ്ബേ. ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് മരണത്തിന് ശേഷം ജീവിക്കാൻ അവനിക്കൊരു വീടില്ല. ശ്രദ്ധിക്കണേ, മരണത്തിന് ശേഷം ജീവിക്കാൻ അവനിക്കൊരു വീടില്ല. ഇല്ലല്ലത്തി വഹിയ ഖബ്ലൽ മൗതി ബാനിഹാ. മരണത്തിന് മുമ്പ് അവൻ ഉണ്ടാക്കിയിട്ടുള്ള വീടല്ലാതെ. തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ ഇക്കാണുന്ന വീടുകളല്ല, അക്കാണുന്ന നമ്മുടെ ഇവിടത്തെ ദുനിയാവിന്റെ വീടല്ല. മരണത്തിന് മുമ്പ് അവൻ ഉണ്ടാക്കിയിട്ടുള്ള വീടല്ലാതെ. എങ്ങനത്തെ വീട്? നന്മകൾ. നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ, ഇരുത്തം, ഇത്രയും നേരമായിട്ട് നിങ്ങൾ ഇരിക്കുന്നില്ലേ, ഇത് നാളത്തേക്കുള്ളൊരു വീടാണ്, ഒരു നന്മയാണ്. നാളത്തേക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ വേണ്ടി അല്ലേ? അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് നന്മയാവുന്ന വീടുകൾ ഉണ്ടാക്കിയാൽ പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് കടന്നുപോയി നിസ്കരിക്കുന്നവരെ അത് നാളത്തേക്കുള്ള വീടാണ്. ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഒരു പേജ് ഓതുന്നവരെ അത് നാളത്തേക്കുള്ള വീടാ. പടച്ചവനെ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നവരെ അത് നാളത്തേക്കുള്ള വീടാ. അങ്ങനത്തെ വീടാ നമ്മൾ പണിതിട്ടുള്ളതെങ്കിലോ അബ്ശിറൂ ബിൽ ജന്ന. ഇതുപോലെ വന്നിരുന്നു കൊണ്ട് റബ്ബിന്റെ ദീന് കേൾക്കുന്ന സന്തോഷത്തിന്റെ വീടാണോ, സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ പരിമളമാ നമുക്കുള്ളത്. ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ പണിതിട്ടുള്ള വീട് ആളുകളെ കുറ്റം പറയുന്നത്, തിന്മ പറയുന്നത്, പള്ളിയിൽ കടന്നു വരുന്നവരെ ആക്ഷേപിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്, മോശങ്ങൾ വിളിച്ചു പറയുന്നത്, അങ്ങനത്തെ ഒരവസ്ഥയായ സുബ്ഹാനല്ലാഹ് ഖാബ ബാനിഹാ.